എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. സൂം മീറ്റിൽ അതിന്റെ സബ്ജക്റ്റിൽ എക്സൈസ് പോളിസി റിന്യൂവൽ എന്ന് വെണ്ടക്കാക്ഷരത്തിൽ എഴുതി വെച്ച് ചോദിക്കേണ്ട ഈ ദിവസം ഞാൻ ചെയ്ത തെറ്റാണോ? ഒരു തെറ്റുമില്ല, ഫുൾ ശരി. ചോദിക്കുന്നത് മര്യാദകേടാവോ? ചോദിക്കുന്നത് അന്തസ്സില്ലായ്മയാവോ? ചോദിക്കുന്നത് വിവരക്കേടാവോ? ചോദിക്കുന്നത് എന്താണ് ബുദ്ധി വീട്ടിൽ വെക്കലാവോ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ അയാൾ. എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. ഈ അന്തം കമ്മികളെ സംബന്ധിച്ച് അവരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം മണ്ടന്മാരാണെന്നൊരു സ്വമേധയാ ഒരു ധാരണയുണ്ട്. ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ചർച്ച നടക്കുന്നു. ഇതിൽ ഈ അന്തം കമ്മി ആരാ? ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയമുണ്ടോ? അല്ലല്ല, ഇതിലെ അന്തം കമ്മി ആരാ? അല്ലല്ല ഹാഷ്മി, ഇതിലെ അന്തം കമ്മി ആരാ? നീയാണോ? അതെ, ഞാനാണ്. കുമാർ, അല്ലല്ല, ഞാൻ പറയാം. ഇതിലെ അന്തം കമ്മി ആരാ ഈ ചർച്ചയിൽ? അത് ഹാഷ്മി എന്ന് പറഞ്ഞിട്ട് ഞാൻ മറുപടി പറയാണ്. നമുക്ക് തുടരാം. സർ, ഞാൻ മറുപടി തുടരാം. നമുക്ക് തുടരണമെങ്കിൽ ഒറ്റ കണ്ടീഷൻ. ഞാൻ മറുപടി പറയാണ് അങ്ങോട്ട്. അങ്ങനെ വാശി പിടിക്കില്ലേ എന്നെ? ഞാനൊന്ന് പറയട്ടെ. ഈ ചർച്ചയിലെ അന്തം കമ്പി ആരാന്ന് ഹാഷ്മി പറയൂ. അത് ചാമക്കാല പറയട്ടെ. തുടരേണ്ട കാര്യമില്ല. അത് ചാമക്കാല പറയട്ടെ. അല്ലല്ല, എനിക്കറിയാൻ പാടില്ല. ഞാൻ പോണ്, ഇത് നിങ്ങളുടെ പ്രശ്നമാണ്. ചോദിക്കുക. ചോദിക്കാൻ തോന്നാത്തത് ചോദിക്കാന്ന് ഈ കിഴങ്ങനെ ഇതുപോലെ അങ്ങ് കൈകാര്യം ചെയ്താൽ മതി. ഓരോന്നിനും തർക്കിക്കാൻ നിന്നാ പിന്നെ അതിനെ സമയം കാണത്തുള്ളൂ. അന്തം കമ്മിയാരാ? കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഇന്നെനിക്ക് രണ്ടിലൊന്നറിയണം. ഈ ചർച്ചയിൽ അന്തം കമ്മിയാരാണെന്ന് എന്റെ അടുത്ത് ആരും ഇരിപ്പില്ല, എന്റെ സ്റ്റുഡിയോയിൽ ആരും ഇരിപ്പില്ല. ഞാൻ തൊട്ട് കാണിക്കാൻ. മനസ്സിലായോ? ഇല്ല. അതാണ് ജനറേഷൻ ഗ്യാപ്പ്. ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം. ഈ സംസ്ഥാനത്തെ CPM-ന്റെ അന്തം കമ്മികൾ വീണ്ടും ആവർത്തിക്കുന്നു. അന്തം കമ്മികൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒരുപാട് അകലെയാണ്. അതെന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ? എനിക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ അത് എന്റെ കുറ്റമല്ല.